വലിയ വലിയ ആലിമീങ്ങളാണ് ഷാഫി ഇമാം തങ്ങളുടെ മുമ്പിൽ കിതാബ് മറിച്ചു വെച്ചിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ദർസ് നടത്തുകയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഒരു യഹൂദി, ഒരു ജൂതൻ നടന്നു വരികയാണ്. യഹൂദി അന്നും ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇന്നും ഇസ്ലാമിന്റെ ശത്രുവാണ്, എന്നും ഇസ്ലാമിന്റെ ശത്രുവാണ്. എന്ത് കരാർ ഒപ്പിട്ടാലും, ഇറാനുമായി ഏത് കരാറ് അമേരിക്ക ഒപ്പിട്ടാലും യഹൂദികൾ അത് തകർക്കും. യഹൂദികളുടെ ചരിത്രം തന്നെ ചതിയാണ്, വഞ്ചനയാണ്, മുനാഫിക്കിന്റെ ലക്ഷണമാണ് യഹൂദിന്റെ ലക്ഷണം. അള്ളാഹു ശപിക്കപ്പെട്ടവരാണ് യഹൂദികളെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവരിൽ നിന്ദ ചെയ്യുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് തുരങ്കമുണ്ടാക്കി ചെന്ന് മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ശരീരം എടുത്തു കൊണ്ടുപോയി കത്തിക്കാനോ പകരം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ വൈക്കോല് കുത്തി നിറച്ചിട്ട് ലോക മുസ്ലിമീങ്ങളെ പറ്റിക്കാനും ശ്രമം നടത്തിയിട്ട് അക്കാലത്ത് രാജ്യം ഭരിക്കുന്ന രാജാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ട് ആ പൂച്ചക്കണ്ണന്മാരായ രണ്ട് യഹൂദികളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അറബിന്റെ പുറത്തു കൊണ്ടുപോയി അവരുടെ തലവെട്ടിക്കളഞ്ഞ ചരിത്രം കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ പൊളിക്കാനോ അതിന്റെ ഉള്ളിൽ വൈക്കോല് കുത്തി നിറക്കാനോ അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം കത്തിച്ചു കളയാനോ പണ്ടേ യഹൂദികൾ ശ്രമം നടത്തി പാളിപ്പോയതാണ്. അതിന്റെ പിൻഗാമികളാണ് ഇപ്പോൾ മൊസാദ് നടത്തുന്ന പ്രവർത്തനം. അവർക്ക് മുസ്ലിമീങ്ങളോട് കടുത്ത വിരോധമാണ്. അത് തുടരുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ആവട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഒരു യഹൂദി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നതിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു വരിക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ യഹൂദിനെ കണ്ടപ്പോൾ പെട്ടെന്ന് നീച്ചങ്ങ് നിന്നു. നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന ലോക പണ്ഡിതനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അന്യമതക്കാരനായ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ശത്രുവായ യഹൂദിനെ കണ്ടപ്പോൾ നീച്ചു നിന്നിട്ട് വലിയ റെസ്പെക്ട് കൊടുത്ത് ആദരിച്ചപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, തങ്ങളെ എന്തിനാ അള്ളാന്റെ റസൂലിന്റെ ഖബർ പൊളിക്കാൻ നേതൃത്വം കൊടുത്ത യഹൂദികളുടെ പിന്തലമുറക്കാരൻ ബദ്ധവൈരി ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായ ഇവനെ കാണുമ്പോ തങ്ങൾ ഇത്ര ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചതെന്താ? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയാണ്, അവിടെയാണ് അണ്ടർലൈൻ ചെയ്തോ പോയിന്റ്, അവിടെയാണ്. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, മോനെ ആ വന്ന യഹൂദി ആരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയൂല. അയാളെന്റെ ഉസ്താദാണ്. ആരുടെ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്റെ ഉസ്താദ് യഹൂദിയോ. 10 ലക്ഷം ഹദീസ് അതിന്റെ സനദടക്കം കാണാതെ അറിയുന്ന ഷാഫി ഇമാമിന്റെ ഉസ്താദ് യഹൂദി എങ്ങനെയാകൂ? 6666 ആയത്തി 7ാമത്തെ വയസ്സിൽ ഹിഫ്ളാക്കി അതിന്റെ അർത്ഥസഹിതം കാണാതെ പഠിച്ച ഷാഫി ഇമാമിന്റെ ഇൽമിനെ വെല്ലുവിളിക്കാൻ ഇയാളെങ്ങനെ ഷാഫി ഇമാമിന്റെ ഉസ്താദായി? കണ്ടോ, ഇമാം ഷാഫി തങ്ങൾ പറയാണ്, ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ എന്ത് തരത്തിലാണ് അങ്ങയുടെ ഉസ്താദാകുന്നത് ഈ വിവരമില്ലാത്ത യഹൂദി? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയാണ്, മോനെ ഞാനൊരു സമയത്തൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ മുമ്പിൽ ഒരു നായക്കുട്ടി വന്നുപെട്ടു. ബുലൂഗാകാത്ത നായ, പ്രായപൂർത്തിയാവാത്ത നായ വന്നുപെട്ടു. ഒരു ചെറിയ നായക്കുട്ടി വന്നുപെട്ടു. ആ നായക്കുട്ടി എന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കാല് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു. നായ മൂത്രമൊഴിക്കുന്നുണ്ടല്ലേ? കാലിങ്ങനെ പൊക്കിയിട്ട് മൂലയിൽ പോയിട്ട് ഒന്ന് മൂത്രമൊഴിച്ചു. ആ നായ അങ്ങോട്ട് പോയി. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു നായ വന്നു. ആ നായ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു. ഒരു നായ കാല് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു, മറ്റേ നായ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു. ഷാഫി ഇമാം തങ്ങൾക്ക് കൺഫ്യൂഷനായി. വാട്ട് ഈസ് എന്തത്? ഒരു നായ കാല് പൊക്കി, ഒരു നായ കാല് പൊക്കിയില്ല. രണ്ടും നയനല്ലേ? രണ്ട് കോലത്തില്. അതാണ് ആലിമീങ്ങൾക്ക് എപ്പോഴും ഏത് കാര്യത്തിലും അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഏത് കാര്യത്തിലും ചിന്തിക്കണം. ചിന്തിക്കാൻ പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. എത്രയോ സ്ഥലങ്ങളിൽ അഫല തഅഖലൂൻ, നിങ്ങൾ ചിന്തിക്കണില്ലേ? അഫല യൻദുറു, നിങ്ങൾ നോക്കണില്ലേ? നിങ്ങൾ കാണണില്ലേ? നിങ്ങൾ കേൾക്കണില്ലേ? എപ്പോഴും ചിന്തിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്,
വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു പറയാ, ആകാശഭൂമിയെ സൃഷ്ടിച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും ലആയാതിൻ അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഒരു നായ കാല് പൊക്കി മൂത്രമൊഴിച്ചു, ഒരു നായ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ആരോടാ ചോദിക്കുക? അങ്ങനെ നോക്കുമ്പോ നേരത്തെ ഈ വൈക്കൂടെ നടന്നുപോയ ആ യഹൂദി ഉണ്ടല്ലോ, അവങ്ങനെ വരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, എനിക്കൊരു സംശയമുണ്ട്, ഇഷ്കാലുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ഒന്ന് തീർത്തു തരുമോ? ആ പറ. ഒരു നായക്കുട്ടി എന്റെ മുന്നിൽ വന്നുകൊണ്ട് നേരത്തെ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു, വേറൊരു നായ വന്നുകൊണ്ട് കാല് പൊക്കിയിട്ടും മൂത്രമൊഴിച്ചു. എന്നത് അത്ഭുതപ്പെടുത്തി. എനിക്കതിന്റെ ഡിഫറൻസ് അറിയൂല, അതിന്റെ ഇടയിലുള്ള വ്യത്യാസം അറിയൂല. മൽ ഫർക്ക്, എന്താണ് അതിന്റെ ഇടയിലുള്ള ഫർക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാൻ, ഓ ഷാഫി, നേരത്തെ കാല് പൊക്കാതെ മൂത്രമൊഴിച്ച നായുണ്ടല്ലോ, അത് ബുലൂഗാത്ത നായാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. കാല് പൊക്കി മൂത്രമൊഴിച്ച നായുണ്ടല്ലോ, അത് ബുലൂഗായ നായയാണ്. നായ പ്രായപൂർത്തിയായതിന്റെ ലക്ഷണം അതാണ്. നമ്മളെ ഇസ്ലാമിൽ ഒരാൾ പ്രായപൂർത്തിയായതിന്റെ ലക്ഷണം വേറെ ആണ് അല്ലേ? ഒരാണ് പ്രായപൂർത്തിയാകുക എപ്പോഴാ? 18 വയസ്സായാല. അത് ഇന്ത്യൻ നിയമത്തില്ല. ഒരാൾ പ്രായപൂർത്തിയാകാൻ 15 വയസ്സായാലും 14, 13 ആവും. അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ബൈക്ക് പറയുന്നില്ല, അതൊക്കെ നമ്മൾ പഠിക്കണം. പെണ്ണ് പ്രായപൂർത്തിയാവുക എപ്പോഴാ? അതിപ്പോ ആർത്തവത്തിന് ഗവൺമെന്റ് അവധി കൊടുത്തെങ്കിൽ, പണ്ട് നമ്മൾ മദ്രസയിൽ കുട്ടികൾക്ക് ഫിഖ് പഠിപ്പിക്കുമ്പോൾ മെൻസസ് ഉണ്ടായാൽ, ഹൈദ് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ നാളുണ്ടായി ഒരാൾ, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, ഇനിയിപ്പോൾ എന്തെങ്കിലും പറയിച്ചിട്ട് കുറേ കേട്ടതാ, കേട്ടിട്ട് അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഞാൻ, അതുകൊണ്ട് അതിൽ പേടിയൊന്നുമില്ല. അപ്പോൾ ഒരാളെന്നാൾ പറയാം, മുസ്ലിങ്ങൾ ഈ മദ്രസയിൽ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കുന്നതും ആണുങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതും മെൻസസ് ഉണ്ടാവുന്നതൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ മദ്രസയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സെക്സും സ്റ്റണ്ടുമാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ പുതിയ പാഠപദ്ധതിയിൽ പറയുന്നത് കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം 1 മണിക്കൂറെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇല്ലെങ്കിൽ തെറ്റായി പോകും. ഇപ്പൊ കണ്ടില്ലേ, കുട്ടികൾ തെറ്റായി വിവരം കിട്ടുമ്പോഴാണ് മയക്കമരുന്നിന്റെ ഒക്കെ ദൂഷ്യ വലയത്തിലേക്ക് പോകുന്നത്.